ഈ വീഡിയോയിലൂടെ പറയുന്നത് എങ്ങനെ ഗൂഗിൾ മീറ്റിൽ ഡേറ്റ പ്രസൻറ്റേഷൻ നടത്താം എന്നാണ്. പവർ പോയിൻറ്റ് സ്ലൈഡുകളോ PDF ഫയലുകളോ അല്ലെങ്കിൽ വെബ് പേജുകളോ ഉൾപ്പെടുത്തി ഗൂഗിൾ മീറ്റിൽ ഓൺലൈൻ പ്രസൻറ്റേഷൻസ് നടത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഓൺലൈൻ മീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എങ്ങനെ ഒരു ഓൺലൈൻ മീറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൽ എങ്ങനെ പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യാമെന്നുമുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡേറ്റ പ്രസൻറ്റ് ചെയ്യുന്നതിനായിട്ട് റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന പ്രസൻറ്റ് നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ 3 ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുക. അതിൽ യുവർ എൻ്റയർ സ്ക്രീൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റയർ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു വിൻഡോ മാത്രമാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ എ വിൻഡോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഒരു വെബ് പേജാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എ ക്രോം ടാബ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ യുവർ എൻ്റയർ സ്ക്രീൻ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഡയലോഗ് ബോക്സിൽ എൻ്റയർ സ്ക്രീൻ സെലക്ട് ചെയ്ത് ഷെയർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ മീറ്റിങ്ങിലുള്ള പാർട്ടിസിപ്പൻസിന് നിങ്ങളുടെ സ്ക്രീൻ കണ്ടൻറ്റ് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു പവർ പോയിൻറ്റ് സ്ലൈഡ് ഓപ്പൺ ചെയ്യുകയാണ്. സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സെറ്റിങ്സിൽ പോയി ഷോ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പീപ്പിൾ, ചാറ്റ് എന്നീ ഓപ്ഷൻസിനെ ഹൈഡ് ചെയ്യാതെ തന്നെ പവർ പോയിൻറ്റ് സ്ക്രീൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ PDF ഫയലുകളും ഷെയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. PDF വ്യൂവറിലെ ഓപ്ഷൻസ് ഉപയോഗിച്ച് ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിനും അണ്ടർലൈൻ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇനിയൊരു വീഡിയോ ഫയൽ ഷെയർ ചെയ്ത് നോക്കാം. ഇനിയൊരു വെബ് പേജാണ് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ പുതിയ ഒരു ക്രോം വിൻഡോ ഓപ്പൺ ചെയ്യുക. ഇവിടെ യൂട്യൂബ് വീഡിയോസും ഷെയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഒരു സ്ക്രീൻ കണ്ടൻറ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാറ്റ് എന്ന ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജുകളും ഷെയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി പ്രസൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതിനായി സ്റ്റോപ്പ് പ്രസൻറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ മീറ്റിൽ നിന്ന് പുറത്തു പോകുന്നതിനായി ലീവ് കോൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.